ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുക്ക് വിത്ത് ലോല സതീഷ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. തനി നാടൻ വിഭവമായ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: മാമ്പഴം, ഒരു അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, തൈര്, ജീരകം, പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കൂടാതെ കടുക് വറക്കാൻ ആവശ്യമായ എണ്ണ, കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയും കൂടെ വേണം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പുളിശ്ശേരി വയ്ക്കാൻ മാമ്പഴം പല തരത്തിലുള്ള മാമ്പഴങ്ങളുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന മാമ്പഴം അതിനനുസരിച്ച് മുഴുവനായി ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, വലിയ മാമ്പഴമാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വേവിക്കാം. ഇപ്പോൾ എനിക്ക് കിട്ടിയ മാമ്പഴം ഈ മുഴുവനായി ഉള്ളതാണ്, ചെറുതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് വലിയ വേവൊന്നുമില്ല. ഇത് ഉടനെ തന്നെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ. ഈ തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ ഞാൻ തൈര് കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. കാരണം ചിലപ്പോൾ അവസാനം തൈര് ചേർക്കാമെന്ന് വിചാരിച്ചാൽ അത് ലൂസായി പോകും. അതുകൊണ്ട് നേരത്തെ അരയ്ക്കുമ്പോൾ തന്നെ തൈര് ചേർത്ത് അരയ്ക്കും. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിന് പകരം തൈര് ചേർത്താണ് അരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ആവശ്യമെങ്കിൽ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നല്ലപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് വെന്ത മാങ്ങയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. മധുരം ഉള്ള മാമ്പഴമാണെങ്കിൽ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ടതില്ല. ഈ മാമ്പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിതിൽ എക്സ്ട്രാ മധുരങ്ങളൊന്നും ചേർത്ത് കൊടുത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന മാമ്പഴം ഇത്തിരി പുളിയുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് എല്ലാം നിങ്ങൾ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് കടുക് വറക്കാൻ കടുകിട്ട് അതൊന്ന് പൊട്ടുമ്പോൾ കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കടുക് വറക്കണം. കടുക് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാമ്പഴം തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ മാമ്പഴം വിട്ടുപോകും, ആ കൺസിസ്റ്റൻസി വിട്ടുപോകും. അതുകൊണ്ട് പിന്നെ ഒരുപാട് തിളയ്ക്കരുത്, ലൈറ്റായി ചൂടായാൽ മതിയാകും. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി എല്ലാം വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഈ മാമ്പഴം അരച്ച കൂട്ടൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് പൊതുവേ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഇത്തിരി മധുരവും പുളിയും, എരിവ് അത്ര ഇല്ല, എരിവ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു നോൺ സ്പൈസി ആയിട്ടുള്ള കറിയാണ് ഈ മാമ്പഴ പുളിശ്ശേരി. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. എല്ലാവർക്കും ഇത് പൊതുവെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഈ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ മാമ്പഴ സീസണാണിപ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.